തല്ലിയാൽ ഇനി കൊള്ളാനല്ല തിരിച്ചടിക്കാനാണ് തീരുമാനം എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം വന്നത് സംഘർഷഭരിതമായ സെക്രട്ടേറിയറ്റ് പടിക്കലാണ്. അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധമായി മാറുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പോലീസ് ഏറ്റുമുട്ടൽ ഇന്ന്. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ നടന്ന കലാപ നീക്കം എന്ന് പ്രതികരിച്ചു CPIM. നവകേരള യാത്രക്കിടയിലെ മർദ്ദനത്തിന് യൂത്ത് കോൺഗ്രസ് തിരിച്ചടിയാണോ ഇനി സർക്കാർ കാണാൻ പോകുന്നത്? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് പ്രതിനിധി ശ്രീ അഭിൻ വർക്കി, CPIM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ എന്നിവർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ അഭിൻ വർക്കി, ഇനി കല്യാശ്ശേരി മുതൽ ഞങ്ങൾ തിരിച്ചടിച്ചു തുടങ്ങും, ഇനിയും അടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ തിരിച്ചടിയാണ് ഞങ്ങളുടെ മാർഗം എന്നത് ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു സാധാരണ പ്രതിരോധമോ പ്രതിഷേധമോ ആയി കാണാൻ കഴിയില്ല. ഇത് രാഷ്ട്രീയമായി കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ തന്നെയാണ് ഇന്ന് ഈ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് പ്രതിപക്ഷ നേതാവ് നടത്തുന്ന കലാപാഹ്വാനമാണ് എന്ന് കാണുകയാണ് സർക്കാരും ഇടതുമുന്നണിയും. ഇവിടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നത് കലാപസ്വരമുള്ള ആഹ്വാനമാണ് എന്ന്. ഇനി അങ്ങനെ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ CPIM കവചം തീർക്കും എന്ന് പ്രതികരിച്ചിരിക്കുന്നു VN വാസവൻ. എങ്ങനെയാണ് താങ്കൾ ഈ പ്രതികരണങ്ങളെ കാണുന്നത്? ഗോപികൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് സമര രീതി കടുപ്പിച്ചത് അത് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷമാണ്. ഞങ്ങൾ കാസർഗോഡ് നിന്ന് ഞങ്ങൾ ഈ നവകേരള സദസ്സിനെതിരെ യാതൊരു വിധത്തിലുള്ള പ്രതിഷേധത്തിനും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ കല്യാശ്ശേരിയിൽ വന്നപ്പോൾ 4 ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസിൻ്റെ കൊടികളും ഏന്തി കരിങ്കൊടി ഏന്തി അവർ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. ആ പ്രതിഷേധത്തെ ഏറെ കിരാതമായിട്ടാണ് പോലീസും DYFIക്കാരും നേരിട്ടത്. നമുക്കറിയാം, ചെടിച്ചട്ടി വെച്ച് തലക്കടിക്കുന്ന പോലീസുകാരെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വാക്കി ടോക്കി വെച്ച് തലക്കടിക്കുന്ന പോലീസുകാരെ കണ്ടു. ഏറെ കിരാതമായിട്ട് വനിതകളടക്കമുള്ള പ്രവർത്തകരെ അവിടെ മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടു. 307 അടക്കമുള്ള കേസ് പഴയങ്ങാടി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തു. പക്ഷേ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അത് കഴിഞ്ഞിട്ടുള്ള പ്രസ്താവന എന്തായിരുന്നു? ഇത് ജീവൻ രക്ഷാപ്രവർത്തനമാണ്. ഈ ജീവൻ രക്ഷാപ്രവർത്തനം സംസ്ഥാനത്തുടനീളം തുടരണമെന്നാണ് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തത്. ഈ ജീവൻ രക്ഷാപ്രവർത്തനം സംസ്ഥാനത്തുടനീളം തുടർന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്താ? പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ എറണാകുളത്ത് ഇവർ തല്ലി കനാലിലേക്ക് ഇടുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു. ആലപ്പുഴയിൽ പോലീസ് കീഴ്പ്പെടുത്തിയ, കരിങ്കൊടി കാണിച്ചിട്ട് പോലീസ് കീഴ്പ്പെടുത്തിയ 2 യൂത്ത് കോൺഗ്രസ്സുകാരെ പിന്നീട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന പേരിൽ 3 ഗുണ്ടകൾ ചേർന്ന് അതിദാരുണമായി, അത് ഏത് പോലീസ് മാനുവൽ എടുത്താലും തലക്കടിക്കാൻ യാതൊരു മാനുവലും പറയുന്നില്ല, പക്ഷേ ഗൺമാൻ എന്ന് പറയുന്ന, ഒരു കാരണവശാലും ലാത്തി വീശാൻ അധികാരമില്ലാത്ത ആ ഗൺമാൻ്റെ നേതൃത്വത്തിൽ 3 പേർ ചേർന്ന് തലക്കെട്ടടിക്കുന്ന സ്ഥിതി നമ്മൾ കണ്ടു. അജിമോൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അരയ്ക്ക് താഴെയിട്ട് മുട്ടിന് താഴെയിട്ട് ചലനമില്ലാത്ത, മുട്ടിന് താഴെയിട്ട് കാലുകൾക്ക് ശേഷിയില്ലാത്ത ആ ചെറുപ്പക്കാരനെ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വഴിക്ക് പുറകെ നിന്ന് ചവിട്ടുന്ന ജീവൻ രക്ഷാപ്രവർത്തകരെയും നമ്മൾ കണ്ടു. അതുപോലെ കൊല്ലത്തടക്കം, ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ നമ്മൾ കണ്ട സ്ഥിതിക്ക് ഇതിനൊക്കെ ചൂടും ചോരും വെച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെല്ലാം വെള്ളവും വളവും ഒഴിക്കുന്നത് CPIMൻ്റെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയാണ്. ഇതിനെ ഒരു പ്രാവശ്യമെങ്കിലും തള്ളിപ്പറഞ്ഞ് ഇവർക്കെതിരെ കൃത്യമായ ഒരു നടപടി എടുത്തിരുന്നുവെങ്കിൽ യൂത്ത് കോൺഗ്രസിന് ഇത്രയും കടുത്ത സമര രീതികളിലേക്ക് പോകേണ്ടി വരുമായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തിയ SFIക്കാരെ പോലീസ് നേരിടുന്ന രീതി നമ്മൾ കണ്ടു. കരയല്ലേ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞ് പോലീസുകാർ തലോടുന്ന സ്നേഹവായ്പോടെ കൊണ്ടുപോകുന്ന SFIക്കാരെ നമ്മൾ കണ്ടു. പക്ഷേ ഇന്ന് നമ്മൾ മാർച്ചിനിടയിൽ കണ്ട കാഴ്ച എന്താ? പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചു കീറുന്ന, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഷിബിനയുടെ വസ്ത്രം വലിച്ചു കീറുന്ന പോലീസുകാരൻ, അതും പുരുഷ പോലീസ്. നമ്മൾ കേരളത്തിൻ്റെ സമരചരിത്രത്തിൽ ഇങ്ങനെ ഒരു ചിത്രം കണ്ടിട്ടുണ്ടോ? ഇത്രയും ഇൻറ്റൻസീവായി സമരത്തെ നേരിടാൻ അറിയുന്ന പോലീസുകാർ തന്നെ. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് പരിക്ക് പറ്റിയിട്ടാണ്, എൻ്റെ മുട്ടിന് പൊട്ടലുണ്ട്, ഞാൻ ഇരിക്കുന്നത് തന്നെ പരിക്ക് പറ്റിയിട്ടാണ്. ഞങ്ങളെപ്പോലെ, അതുപോലെ ഹാഷിം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ അവൻ്റെ കഴുത്തിൻ്റെ ബോണിന് പരിക്ക് പറ്റി കിടപ്പിലാണ്. ആൻ്റണി ഫിനു എന്ന് പറയുന്ന KSU നേതാവിൻ്റെ തലയ്ക്ക് 7 സ്റ്റിച്ചുണ്ട്.
2 വനിതാ നേതാക്കന്മാരെ തുറങ്കിലടയ്ക്കാൻ റിമാൻഡിലടയ്ക്കാൻ പോവുകയാണ്. ഇത്ര ഇൻറ്റൻസീവായി നടപടി എടുക്കാൻ അറിയാവുന്ന പോലീസുകാർ SFIക്കാരോട് ഒരു നീതിയും യൂത്ത് കോൺഗ്രസ് KSUക്കാരോട് മറ്റൊരു നീതിയും എടുക്കുമ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് കേരളത്തിലെ സാമാന്യ ജനവും ഗോപികൃഷ്ണൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തകരും വിചാരിക്കുന്നത്. ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. ഞങ്ങളുടെ പ്രവർത്തകരുടെ ചോര എല്ലാ ജില്ലകളിലും വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ സ്റ്റബോണായ ഒരു തീരുമാനമെടുത്തതാണ്. ഞങ്ങൾക്കെതിരെ, അതായത് ഞങ്ങൾ ആരെയും അങ്ങോട്ട് കയറി ആക്രമിക്കാനോ ഞങ്ങൾ ആർക്കെതിരെയും ജനാധിപത്യ വിരുദ്ധമായ സമരം നടത്തുവാനോ ഞങ്ങൾ ഒരുക്കമല്ല. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തകർ ജനാധിപത്യപരമായി ഒരു സമരം നടത്തുമ്പോൾ അതിനെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്നുള്ള പേരിൽ ജേഴ്സി അണിഞ്ഞ DYFIയുടെ ഗുണ്ടകളും കാക്കി അണിഞ്ഞ പോലീസിൻ്റെ ഗുണ്ടകളും ചേർന്ന് മർദ്ദിക്കാൻ ശ്രമിച്ചാൽ ഇനിയും കൈയും കെട്ടി നോക്കിയിരുന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായ മെസ്സേജാണ്. ആ മെസ്സേജാണ് ഞങ്ങളിന്ന് പുറത്തേട്ട് വന്നത്. അതൊരു കലാപാഹ്വാനമായി എടുക്കേണ്ട. 307 വകുപ്പ് ചാർജ് എടുത്ത കേസിനെ ജീവൻ രക്ഷാ പ്രവർത്തനമെന്നും കേരളം മുഴുവൻ അത് തുടരണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ കലാപാഹ്വാനമാണോ? കൊല്ലം വരെ അടി കിട്ടിയിട്ടും ജനാധിപത്യപരമായി പ്രതികരിച്ച് അവൻ്റെയൊക്കെ ജീവൻ പണയം വെച്ചും പ്രതിഷേധം രേഖപ്പെടുത്തുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ ഗത്യന്തരമില്ലാതെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് അവസാന ആണിയും കണ്ടിട്ട് പ്രതിരോധിക്കാൻ ഇറങ്ങുന്നതാണോ കലാപാഹ്വാനമെന്ന് കേരളത്തിലെ ജനത തന്നെ ചിന്തിക്കട്ടെ എന്ന് പറയാൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ശരി, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, നവകേരള യാത്രക്കിടെ മർദ്ദനമേറ്റതിൻ്റെ പേരിലായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമെങ്കിലും ഇന്ന് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം കേരളത്തിലെ പോലീസ് 2 പ്രതിഷേധങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിലാണ്. ഇപ്പോൾ ഗവർണർക്കെതിരായിട്ട് SFI തെരുവിൽ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ അവർക്ക് അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ അവരെ തൊട്ട് തലോടി പോലീസ് നിൽക്കുകയും എന്നാൽ തെരുവിലിറങ്ങി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചപ്പോൾ അവരെ തല്ലിച്ചതയ്ക്കുകയും അതല്ലെങ്കിൽ അവരുടെ വനിതാ പ്രവർത്തകരെ ഈ വിധത്തിൽ അവർ ഉന്നയിക്കുന്ന ആക്ഷേപം അനുസരിച്ച് പുരുഷ പോലീസുകാർ കൈകാര്യം ചെയ്യുന്ന തലത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തുകയും അതിനൊരു സംഘർഷത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തു. കേരളത്തിലെ പോലീസ് എങ്ങനെയാണ് ഒരു ഭരണപക്ഷ അനുകൂല സംഘടനയുടെ പ്രതിഷേധത്തെയും ഒരു പ്രതിപക്ഷ സംഘടനയുടെ പ്രതിഷേധത്തെയും കൈകാര്യം ചെയ്തത് എന്നതാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അവർ വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. 2, പ്രതിഷേധിക്കുക എന്നത് ഒരു ജനാധിപത്യ അവകാശമാണെന്നിരിക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കുമ്പോൾ പോലീസ് നേരിടുന്ന രീതി മനസ്സിലാക്കാം. പക്ഷെ DYFI പ്രവർത്തകർ വന്ന് തലയടിച്ച് പൊട്ടിക്കുന്ന സമരം അല്ലെങ്കിൽ പ്രതിരോധം അതെന്താണ്, എന്തുകൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്നു എന്നതാണ് അവരുടെ ചോദ്യം. ഈ 2 കാര്യങ്ങളിലും ഇപ്പോൾ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രതിഷേധങ്ങളെ തെറ്റായി കൈകാര്യം ചെയ്തതിനുള്ള മറുപടിയല്ലേ? മിസ്റ്റർ ഗോപികൃഷ്ണൻ, കഴിഞ്ഞ 3-4 ദിവസമായി ഇത്തരത്തിൽ നടന്ന താങ്കൾ ചൂണ്ടിക്കാണിച്ച 2 സംഭവങ്ങളുടെയും സംസാരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്നത്, എന്താണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത് എന്നത് ഈ ദൃശ്യങ്ങൾ തന്നെ നമ്മളോട് സംസാരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ കറുത്ത ബനിയൻ ധരിച്ച് കറുത്ത ബലൂണുകൾ ഉയർത്തി കറുത്ത കൊടികൾ ഉയർത്തി അവിടെ നടന്ന സമാധാനപരമായിട്ടുള്ള സമരം, ആ സമരം അതിശക്തമായി ജനങ്ങൾ ഏറ്റെടുത്തതും നല്ല പിന്തുണ കിട്ടിയതും SFI പ്രസ്ഥാനം ഏറ്റവും നന്നായി തന്നെ ആ വിഷയത്തെ കൈകാര്യം ചെയ്തുവെന്ന് ഞങ്ങളെ വിമർശിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ അടക്കം ഇവിടെ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ മുന്നിലുണ്ട്. കാരണം അവിടെ ഈ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ നടത്തിയ ഇടപെടലുകൾക്കെതിരായിട്ടുള്ള സമരമായിരുന്നു. ആ സമരം ഗവർണർ അവിടെ ശനിയാഴ്ചയും ഞായറാഴ്ചയും വന്ന് ഗസ്റ്റ് ഹൗസിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ വന്ന് താമസിക്കുന്നു, സ്വകാര്യ ആവശ്യത്തിന് വന്ന് താമസിക്കുന്നു. അപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് നടത്തിയ നീക്കുമ്പോൾ ആ നീക്കത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ കരിങ്കല്ലില്ല, ഞങ്ങളുടെ കയ്യിൽ കുറുവടിയില്ല, ഞങ്ങളുടെ കയ്യിൽ വലിയ മരക്കഷ്ണമില്ല, പോലീസിന്റെ ഷീൽഡുകൾ തകർക്കുന്ന ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളുടെ കയ്യിലുള്ളത് ബലൂണും ഞങ്ങൾ ധരിച്ചിരുന്നത് കറുത്ത ബനിയനുകളും അതുപോലെ കറുത്ത തുവാലിയും മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഉണ്ടായ ദൃശ്യങ്ങളും പോലീസ് കൊണ്ടുപോകുന്ന എല്ലാം നമ്മൾ കണ്ടതാണ്. അവിടെയും പരിക്കേൽക്കുന്ന പലരുടെയും തല പൊട്ടി ചോരയൊഴുകുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ അവിടെ ആക്രമണത്തിന്റെ പാതയല്ല സ്വീകരിച്ചത്, സമാധാനത്തിന്റെ പാതയാണ് അവിടെ സ്വീകരിച്ചത്. ഞങ്ങൾ പാട്ടുപാടി, ഞങ്ങൾ ചിത്രം വരച്ചു, ഞങ്ങൾ കവിതകൾ ചൊല്ലി, ഞങ്ങൾ വിപ്ലവ ഗാനങ്ങൾ ചൊല്ലി ഞങ്ങളുടെ സമരമുദ്രാവാക്യം മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി രാത്രിയും പകലും ആൺകുട്ടികളും പെൺകുട്ടികളും അതിശക്തമായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുത്തു. എന്നാൽ തിരുവനന്തപുരത്ത് എന്താ സംഭവിച്ചത്? എന്താണ് തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു സമരം നടത്താനുള്ള ആഹ്വാനം? എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അതുപോലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും കോൺഗ്രസ് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രത്യേകമായി ഒരു മാർച്ച് നടത്താൻ എന്താണ് കാരണം?
അത് ഇന്നലെ KPCCയുടെ പ്രസിഡന്റ് K സുധാകരൻ RSSന് വെള്ള പൂശി ഗവർണർ നടത്തുന്ന പ്രവർത്തനത്തെ 100% ന്യായീകരിച്ച് പ്രസ്താവന ഇറക്കിയപ്പോൾ അതിനെതിരെ കോൺഗ്രസ് പ്രതികരിച്ചു. ജനങ്ങൾക്കിടയിൽ കോൺഗ്രസും BJPയും ഒരേ നയമുള്ളവരാണ്, സമമാണ് എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി തന്ത്രപൂർവ്വം പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ആക്രമണമാണ്. അവിടെ പറഞ്ഞത് ഏറ്റവും ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രസംഗിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു തിരിച്ചടയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ആരും പിരിഞ്ഞു പോകരുത്, തിരിച്ചടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് ഷാഫി പറമ്പിലും അതേ വാചകം തന്നെ പറഞ്ഞു, പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ പറഞ്ഞ് കലാപത്തിലേക്ക് നീങ്ങണം എന്ന രൂപത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു. അത് ഉദ്ഘാടനം ചെയ്യാമെന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തിരിച്ചടിക്കണം എന്ന് അദ്ദേഹം 10 തവണ പറഞ്ഞു. അപ്പൊ തിരിച്ചടിക്കണം എന്ന് പറയുമ്പോൾ ആയുധ ശേഖരമെല്ലാം കൃത്യവെച്ചുകൊണ്ട് തിരിച്ചടിക്കണം എന്നതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഒരു സംശയം വേണ്ട, എണ്ണി അടിക്കും, തിരിച്ചടിക്കും, എണ്ണി അടിക്കും എന്ന് പറഞ്ഞ് കൂടുതൽ സമരാഹ്വാനം, കലാപാഹ്വാനം നൽകി. അതുപോലെ ലാസ്റ്റ് പറഞ്ഞു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അഡ്വക്കേറ്റ് അരുൺ, ഒരൊറ്റ കാര്യം, അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFI കൈകാര്യം ചെയ്യുമ്പോൾ പോലീസ് എന്തുകൊണ്ടാണ് നോക്കി നിന്നത്? ഞാൻ അതിലേക്ക് വരാം. ഞാൻ രണ്ടാമത്തെ ചോദ്യമാണല്ലോ, ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം കഴിഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞ വാചകം ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് പോകുമെന്നതാണ്. ആരാണ് കുഞ്ഞുങ്ങൾ? ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ ഒരു സുഹൃത്തായ സ്ത്രീയെ കൊണ്ടുവന്ന് വെട്ടിനുറുക്കി കൊന്ന് മുറ്റത്ത് കുഴിച്ചിട്ട ഒരു കുഞ്ഞ്, അതുപോലെ തന്നെ കഞ്ചാവ് കേസിൽ കൊല്ലത്ത് പിടിക്കപ്പെട്ട വലിയ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കഞ്ചാവ് പിടിച്ച കേസിലെ പ്രതിയായ യൂത്ത് കോൺഗ്രസിന്റെ കുഞ്ഞ്, അടുത്ത കാലത്ത് പിടിച്ച കോട്ടയത്തെ MDMA കേസിലെ യൂത്ത് കോൺഗ്രസിന്റെ കുഞ്ഞ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിച്ച് എൻറോൾ ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെ നേതാക്കന്മാരായ കുഞ്ഞ്, അതുപോലെ തന്നെ കോട്ടയത്ത് വ്യാജ നിയമന ഉത്തരവ് 100 ആളുകൾക്ക് കൊടുത്ത് ഇപ്പോൾ ജയിൽവാസം അനുഭവിക്കുന്ന ആ കുഞ്ഞിന്റെ പിന്മുറക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സന്യാസത്തിന് പോകുമെന്നാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തിൽ KPCCയുടെ പ്രസിഡന്റ് ആഹ്വാനം ചെയ്തത്. അതുകൊണ്ട് ഇത് കോൺഗ്രസ് സ്പോൺസേഡ് കലാപമാണ്. പോലീസുകാരെ നിരവധി ആക്രമിച്ചു, വനിതാ പോലീസുകാരെ ആക്രമിച്ചു, പോലീസിന്റെ വാഹനങ്ങൾ തകർത്തു, പിങ്ക് പോലീസിന്റെ വാഹനം അടിച്ചു പൊളിച്ചു, അതുപോലെ ഒരുപാട് നഷ്ടം പോലീസിന് വരുത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഇടപെടലാണ് ഉണ്ടായത്. ഇത് സ്പോൺസർ ചെയ്ത് കലാപം ഉണ്ടാക്കുന്നത് നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിക്കുന്നതിന് മുമ്പ് ഇവർ പൂർത്തീകരിച്ച അജണ്ട പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമാണ്. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ഇവിടെ വോളണ്ടിയർമാരായി NCC, NSS, അതുപോലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, DYFIക്കാരടക്കം പ്രവർത്തിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടാനും അതുപോലെ തന്നെ നവകേരള സദസ്സ് തടസ്സപ്പെടുത്താനും തന്ത്രപൂർവ്വം പ്ലാൻ ചെയ്തു വരുന്നവരെ വോളണ്ടിയേഴ്സ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് കേസുകളും എടുത്തിട്ടുണ്ട്. ഭിന്നശേഷിക്കാരനായ അജിമോനെ പുറത്തുനിന്ന് ചവിട്ടിയതും മുഖ്യമന്ത്രി കടന്നുപോയ ശേഷവും പ്രതിഷേധക്കാരെ ലോക്കൽ പോലീസ് പിടിച്ചു നിർത്തിയ ശേഷവും ഗൺമാൻ ഇറങ്ങി പൊതിരെ തല്ലിയതും, പിന്നെ ഇന്നിപ്പോൾ ഈ രാവിലെ ദിനപത്രങ്ങളിൽ കണ്ട ചിത്രം പോലീസ് ലാത്തി വീശിയും DYFIക്കാർ കല്ലെടുത്തും പ്രതിഷേധക്കാരെ ആക്രമിക്കുന്നതും ഒക്കെ ഈ ഗണത്തിൽപ്പെടുന്നതാണോ? ഞാൻ പറഞ്ഞല്ലോ, വോളണ്ടിയേഴ്സ് എന്ന രൂപത്തിൽ ഈ നവകേരള സദസ്സ് വിജയിപ്പിക്കാൻ 10,000 ആളുകൾ വരുന്ന സദസ്സിൽ അച്ചടക്കം പാലിക്കാനും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ചെറുക്കാനും വേണ്ടി സന്നദ്ധ പ്രവർത്തകർ എന്ന രൂപത്തിൽ അവിടെ വോളണ്ടിയേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ വിവിധ വിഭാഗം ആളുകളുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആക്രമണം സംഘടിപ്പിക്കാൻ മുദ്രാവാക്യം ഏതെങ്കിലും ഒരു പ്രഖ്യാപിത സദസ്സിലല്ലോ, പിന്നെ മുഖ്യമന്ത്രി മന്ത്രിമാരും വരുമ്പോൾ അവിടെ ഈ പ്രതിഷേധിക്കുന്നവരെ അടിക്കാൻ DYFIക്കാരെ ചുമതലപ്പെടുത്തിയിരുന്നു, ജീവൻ രക്ഷാപ്രവർത്തകരെ. അവിടെ പോലീസിന് പണിയില്ലേ? അതോ പോലീസിന്റെ കൂടെ ഒത്താശയോടുകൂടി അങ്ങനെ ചെയ്യാമെന്നാണോ? മുഖ്യമന്ത്രിയും മന്ത്രിയും കടന്നു പോകുമ്പോൾ വാഹനമുഖത്തിന്റെ മുന്നിലേക്ക് ചാടി ഒരു വലിയ അപകടമുണ്ടാക്കുക, പറ്റുമെങ്കിൽ ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കുക, അങ്ങനെ നവകേരള സദസ്സ് ഇടയ്ക്ക് വെച്ച് നിർത്തിക്കുക എന്നത് കോഴിക്കോട് മുതൽ കണ്ണൂർ മുതൽ ഇവരുടെ പരിപാടിയായിരുന്നു. ആ പരിപാടി വിജയിക്കാത്തതിന്റെ ഏറ്റവും വലിയൊരു പ്രതിഷേധമാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് കണ്ടത്. ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്കൊക്കെ പരിക്കേറ്റു, മറ്റാണ് മറിച്ചാണ്. പച്ചയായിട്ട് ആക്രമിച്ച ഇതേ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അത് കൃത്യമായിട്ടുള്ള, ഞാൻ ചോദിക്കട്ടെ, വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുവാനും തങ്ങൾക്ക് വൈസ് ചാൻസലർ തന്ന മെറിറ്റിന്റെ ലിസ്റ്റ് അട്ടിമറിച്ചുകൊണ്ട് ഇഷ്ടക്കാരെ തിരികെ കയറ്റി എവിടെ നിന്നാണ് ആ ലിസ്റ്റ് എന്ന് പോലും BJPക്കും കോൺഗ്രസിനും അറിയാതെ ശൂന്യതയിൽ നിന്ന് കുറെ ആളുകളെ അപ്പോയിന്റ് ചെയ്തതിനെതിരെ പരസ്യമായി SFI പ്രഖ്യാപിച്ച സമരവും
ഒന്നും പ്രഖ്യാപിക്കാതെ ഒരു മുദ്രാവാക്യം മറ്റൊരു സമരപ്രഖ്യാപനം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. നിങ്ങൾ അതിനെ കലാപാഹ്വാനം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇവിടെ ഒരു യൂത്ത് കോൺഗ്രസ് എന്തൊരു മുദ്രാവാക്യം? എന്താണ് മുദ്രാവാക്യം? എന്താണ് മുദ്രാവാക്യം? എന്താണ് മുദ്രാവാക്യം ഒന്ന് പറഞ്ഞേ താങ്കൾ. എന്താണ് മുദ്രാവാക്യം? പറഞ്ഞോളൂ. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങൾ പ്രതിരോധിക്കും, ഞങ്ങളെ ഇനി തല്ലിയാൽ ഞങ്ങൾ പ്രതിരോധിക്കും. അതൊരു മുദ്രാവാക്യമാണ്. ഞങ്ങളെ വഴിയിലിട്ട് ഡിവൈഎഫ്ഐക്കാർ തല്ലിയാൽ ഞങ്ങൾ പ്രതിരോധിക്കും, വേണ്ടി വന്നാൽ തിരിച്ചടിക്കും. യൂത്ത് കോൺഗ്രസിന്റെ മുദ്രാവാക്യമാണ്. അത് പറഞ്ഞ് അവർ സമരത്തിൽ ഇറങ്ങുകയാണ്, തെരുവിലേക്ക് ഇറങ്ങുകയാണ്. SFI അങ്ങനെ ചെയ്തിട്ടില്ലേ? ഡിവൈഎഫ്ഐ അങ്ങനെ ചെയ്തിട്ടില്ലേ? ആയിക്കോട്ടെ, എന്താണ് ഈ ഞങ്ങളെ തല്ലിയാൽ എന്ന് പറയുമ്പോ, അല്ല ആയിക്കോട്ടെ, ഞങ്ങളെ തല്ലിയാൽ എന്താണ് അതിന് കാരണം? ഏതെങ്കിലും ഒരു മുദ്രാവാക്യം ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 35 ദിവസമായി നവകേരള സദസ്സ് നടക്കുന്നു. എന്താണ് കാരണം? ഇവിടെ ദൂർത്തെന്ന് പറഞ്ഞു, അതുപോലെ ബസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം പറഞ്ഞു, ഇവിടെ കിട്ടിയ പരാതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം പറഞ്ഞു. അതൊക്കെ ചീട്ടുകൊട്ടാരം തകരുന്നത് പോലെ തകർന്ന് തരിപ്പണമായി മാറി. ഒരു മുദ്രാവാക്യവും മുന്നോട്ട് വയ്ക്കാനാകാതെ കേരളത്തിലെ ജനങ്ങൾ നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തുമ്പോ, ജനപിന്തുണ കൂടി വരുമ്പോ, പ്രധാനപ്പെട്ട ചാനലുകൾ സർവേ നടത്തുമ്പോൾ താങ്കൾ അഭിഭാഷകനാണ്. CPM-ലെ ഏറ്റവും മുൻനിര നേതൃത്വത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മൂന്നാമത് താങ്കൾക്ക് ഇന്ത്യൻ ഭരണഘടന അറിയാവുന്നയാളാണ്. താങ്കൾ ജനാധിപത്യം എന്ന ഈ മഹത്തരമായ ആശയത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് അറിയുന്നയാളാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും മാലയിട്ട് പൂജിച്ച് തൊഴുകയോടുകൂടി അതിനെ സ്വീകരിച്ച് താണുവണങ്ങി നിൽക്കുന്ന സമ്പ്രദായമാണോ ജനാധിപത്യത്തിൻ്റേത്? അവിടെ പ്രതികരിക്കണ്ടേ? അവിടെ പ്രതിഷേധിക്കണ്ടേ? അവിടെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കില്ലേ? അപ്പോൾ പോലീസ് അതിനെ കൈകാര്യം ചെയ്തത് മനസ്സിലാക്കാം, ഒരു ക്രമസമാധാന പ്രശ്നം ആകുന്ന ഘട്ടത്തിൽ. അതല്ലാതെ ഡിവൈഎഫ്ഐക്കാർ കയറി കല്ലെറിഞ്ഞും അടിച്ചും ഒതുക്കുന്ന രീതി എന്താണെന്ന് മനസ്സിലായതേ ഇല്ല. അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. നിങ്ങൾ ഈ ജനാധിപത്യ SFIയുടെ സമരത്തെ താങ്കൾ പ്രകീർത്തിച്ചു, അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ സമാധാനമായ പ്രതിരോധ രീതികളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ? അങ്ങനെ വന്നാൽ ഡിവൈഎഫ്ഐ അത് കൈകാര്യം ചെയ്യുമെന്നാണോ? ഇല്ലില്ല, ഒരിക്കലുമില്ല. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളോട് ഒരിക്കലും ഞങ്ങൾ വിമുഖത കാണിക്കില്ല. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ഏറ്റവും അനുകൂലിക്കുന്ന നിലപാട് തന്നെയാണ് ഞങ്ങളുടേത്. ഈ രാജ്യം കാവ്യവൽക്കരിക്കാൻ, നമ്മുടെ സർവകലാശാലകളെ തകർക്കുവാൻ, ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കാൻ, നമ്മുടെ ഭരണഘടനയെയും മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾക്കെതിരെ യോജിച്ചുള്ള പ്രക്ഷോഭം നടത്തണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഇതൊക്കെ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് മതി. കേരളത്തിൽ വരുമ്പോൾ ഒന്നാമത്തെ ശത്രു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ മന്ത്രിമാരെല്ലാം പ്രഖ്യാപിത ശത്രുക്കളാണ്. ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്താതെ ആക്രമിക്കുക, വാഹനത്തിന്റെ മുന്നിലേക്ക് എടുത്ത് ചാടുക, കലാപകലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കുക, നവകേരള സദസ്സ് തടസ്സപ്പെടുത്തുക, അത്തരത്തിൽ അക്രമത്തിന്റെ പാതയുമായി രംഗത്തിറങ്ങിയത് യൂത്ത് കോൺഗ്രസ് ആണ്. ഞങ്ങൾ ഒരു തരത്തിലും സമാധാനപരമായിട്ടുള്ള സമരത്തെയോ പ്രതിഷേധത്തെയോ എതിർത്തിട്ടില്ല. അവർക്ക് എത്ര വേണമെങ്കിലും നടത്താം, അതനുസരിച്ച് പോയിക്കോട്ടെ. ഇവിടെ നവകേരള സദസ്സ് തടസ്സപ്പെടുത്താൻ വരുമ്പോൾ ഓൾ ഇന്ത്യസ് ഇടപെടും, ജനാധിപത്യപരമായി തന്നെ അതിനെ നേരിടും. അത് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് വന്നാൽ അതിൻ്റെതായ രീതി നേരിടും. അതുമാത്രമാണ് നടന്നിരിക്കുന്നത്. ഇവിടെ ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത് കലാപമുണ്ടാക്കാൻ, പ്രത്യേകിച്ച് നാളെയും മറ്റന്നാളുമായി നവകേരള സദസ്സ് സമാപിക്കുകയാണ്. എങ്ങനെയെങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം. ഈ പറയുന്ന ആരോപണങ്ങളൊന്നും ഈ ദൃശ്യങ്ങൾ കണ്ടവർക്ക് മനസ്സിലാകും. 2-2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തിരുവനന്തപുരത്തെ ദൃശ്യങ്ങൾ കണ്ടാൽ എന്താണ് യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ ഗുണ്ടകളും നടത്തിയത്, എന്താണ് അവിടെ കലാപത്തിനുള്ള ആഹ്വാനം നടത്തിയത്, പ്രതിപക്ഷ നേതാവ് അടക്കം യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാക്കന്മാരടക്കം നടത്തിയ കലാപത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനം, അതെല്ലാം കൃത്യമായി മനസ്സിലാകും. ജനങ്ങൾക്ക് അത് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തെ പുച്ഛിച്ച് തള്ളും എന്നതിൽ യാതൊരു സംശയമില്ല. ശരി, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഈ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഓരോ അടിക്കും തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും, അങ്ങ് കല്യാശ്ശേരി മുതൽ ഞങ്ങൾ തുടങ്ങും, ഞങ്ങൾ ഇനി അടികൊള്ളാൻ നിൽക്കില്ല, ഇങ്ങനെ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ കൂടിയാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ഇന്ന് തെരുവിലിറങ്ങി നടത്തിയ പ്രതിഷേധത്തെയും അവർ ഈ പറഞ്ഞ ഈ വെല്ലുവിളി നിറയുന്ന പ്രഖ്യാപനത്തെയും മുദ്രാവാക്യത്തെയും ഒക്കെ BJP എങ്ങനെയാണ് കാണുന്നത്? ന്യായമായ ഒരു പ്രതിഷേധ സമരമായിട്ടാണോ അതോ കലാപ ആഹ്വാനമായിട്ടാണോ? വാസ്തവത്തിൽ ഈ ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊളിച്ച് ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന മാതൃകാ സംസ്ഥാനമായ ഈ കേരളത്തിൽ വളരെ പെട്ടെന്ന് സ്നേഹത്തിൻ്റെ ഒരു ഇൻഡി കട തിരുവനന്തപുരത്ത് ആരംഭിക്കാൻ പിണറായി വിജയനും VD സതീശനും
എത്രയും വേഗം രാഹുൽ ഗാന്ധിയെ ഇങ്ങോട്ട് ക്ഷണിക്കണമെന്നുള്ളതാണ് BJPയുടെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആവശ്യം. അത് വളരെ പെട്ടെന്നൊരു സ്നേഹത്തിൻ്റെ കട തുറക്കണം. എൻ്റെ ചെങ്ങാതി, ഞാൻ ചോദിക്കട്ടെ, ഈ കർണാടക കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ആരാ? കർണാടക കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും തോളിൽ ചേർന്ന് ഒത്തൊരുമിച്ച് ഒക്കച്ചങ്ങാതിമാരായി നടക്കുക. ഈ കേരളത്തിൻ്റെ അതിർത്തി വിട്ടാൽ ഇവരൊന്ന്, കേരളത്തിനുള്ളിൽ ഇവരിങ്ങനെ പരസ്പരം വെട്ടാനും കുത്താനും ഇപ്പോൾ പോകുന്നു. അപ്പം വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വളരെ ഗൗരവമായ ഒരു കാര്യം, ജനങ്ങളും ജനപ്രതിനിധികളും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. അതുറപ്പാണല്ലോ. രണ്ടും പരസ്പരം നടത്തുന്ന ഇടപെടലുകളിലൂടെയാണ് ഈ ജനാധിപത്യ ക്രമം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പ്രവർത്തനക്ഷമമാകുന്നത്. എന്നാൽ അണ്ടിയാണോ മാവാണോ മൂത്തത് എന്ന് ചിന്തിച്ചുകൊണ്ട് ജനപ്രതിനിധികൾ ഒരു പരിധിവരെ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. എന്നിട്ട് ബ്യൂറോക്രസിയെ കൊണ്ട് തങ്ങൾക്ക് ചുറ്റും വലയം സൃഷ്ടിക്കുക. എന്നിട്ട് ആ ബ്യൂറോക്രസിയെ കൊണ്ട് വേണ്ടി വന്നാൽ ജനങ്ങളെ അടിച്ച് തകർക്കുക. ഇവിടെ നേരത്തെ പറയുന്നത് കേട്ടു CPMൻ്റെ പ്രതിനിധി, ഞങ്ങളുടെ കയ്യിൽ വളണ്ടിയേഴ്സ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ വളണ്ടിയേഴ്സ് മാത്രമല്ല, ഗുണ്ടകളുമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഗുണ്ടകൾ മാത്രമല്ല, എന്താ പറയുക, CPMൻ്റെ പോക്കറ്റ് നായ്ക്കളായിട്ട് പോലീസും ഉണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു ഭിന്നശേഷിക്കാരനായ ചെറുപ്പക്കാരനെ തല്ലാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറാവുമോ? ഇനി ഒരാൾ സമരം ചെയ്തു, ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, കറുത്ത കൊടി ഉയർത്തി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, DYFക്കാർ വന്ന് അത് കൈകാര്യം ചെയ്തു, മനസ്സിലാക്കാം, ഞങ്ങളത് രാഷ്ട്രീയമായിട്ട് എതിർത്തതാ. എന്തിനാണ് ഈ പിണറായി വിജയൻ്റെ ഗൺമാൻ വന്ന് ഒടുക്കത്തെ അടിക്കുന്നത്? എടോ, പോലീസുകാരടിക്കുന്നത് പോലും ചെരിച്ചിട്ടാണ് അടിക്കുക. ആ ചെരിച്ചടിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്, എന്താ, ചത്തുപോവില്ല. പക്ഷെ ഗൺമാൻ വന്ന് അടിച്ചത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു, ഒന്ന് ഗോപികൃഷ്ണൻ ആ ചിത്രം ഒന്ന് കാണിച്ചാൽ ആ അടിയുടെ ഊക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് അടിക്കുന്നത്, നിറുന്തലക്കടിക്കുക. ഈ നിറുന്തലക്കടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ് ഗോപികൃഷ്ണ? കൊല്ലാനാണ്. എന്നിട്ട് കൊല്ലാനായിട്ടുള്ള ഈ അടിയടിക്കുക. ആ അടിയടിക്കുമ്പോൾ അത് ജീവൻ രക്ഷാപ്രവർത്തനമാണോ? അത് DYFI ആണോ? നിങ്ങൾ ആ ഗൺമാനെതിരെ നടപടിയെടുത്തോ? വെരി സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇനി തൊട്ടപ്പുറത്ത് വേറൊരു ഗോപികൃഷ്ണൻ, ഒരു എസ്കോർട്ട്, ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ പേരും ഗോപികൃഷ്ണൻ എന്നാ, സബ്ജക്ട് ടു കറക്ഷൻ. അയാൾ ഫേസ്ബുക്കിൽ കൂടെ ഒരു വലിയ കലാപ ആഹ്വാനം, നിങ്ങൾ വാടാ, നിങ്ങളെ ശരിയാക്കി തരാടാ ഞങ്ങളിവിടെ. ഇയാൾ ആരാ? പോലീസുകാരനല്ലേ, എസ്കോർട്ട് അംഗമല്ലേ? എന്ത് നിലപാട്, എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു? അപ്പോൾ ഒന്ന്, ജനാധിപത്യ പ്രക്രിയയിൽ ബ്യൂറോക്രസി, ഭരണകൂടം ജനങ്ങളെ അടിച്ച് ഇല്ലാതാക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യവും മര്യാദകേടാണ്, ജനാധിപത്യ ധ്വംസനമാണ്, ജനാധിപത്യത്തിന് ചേരുന്നതല്ല. പിന്നെ കമ്മ്യൂണിസത്തിൽ ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ടും കമ്മ്യൂണിസത്തിൽ മര്യാദയില്ലാത്തതുകൊണ്ടും കമ്മ്യൂണിസത്തിന് ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത് ഒട്ടുമില്ലാത്തതുകൊണ്ടും ഞാനത് വിടുക. പക്ഷേ ഭരിക്കുന്ന ഒരു ഭരണകൂടം ഗൺമാൻ ഉപയോഗിച്ചാണോ ഇങ്ങനെയാണോ അടിക്കുക, ഇങ്ങനെയാണോ കൊല്ലാൻ ഉപയോഗിക്കുക? ഇങ്ങനെ പറയുമ്പോൾ അല്ല, ഒരു മിനിറ്റ് ശ്രീ ഗോപാലകൃഷ്ണൻ, ഞാൻ ഒരു ചോദ്യത്തിൽ എനിക്കൊരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഇതിനെ താങ്കൾ ഈ സമരത്തെ, യൂത്ത് കോൺഗ്രസിന്റെ ഈ അവർ വിശേഷിപ്പിക്കുന്ന പോലെ ഈ പ്രതിരോധ സമരത്തെ താങ്കൾ പിന്തുണയ്ക്കുകയാണ്, അങ്ങനെയാണല്ലോ അല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാൻ ഈ പ്രതിരോധ സമരത്തെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എനിക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനത് പറയാം. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് VD സതീശൻ പറഞ്ഞു, ഞങ്ങളിതിന് പിന്തുണച്ചില്ലെങ്കിൽ, യൂത്ത് കോൺഗ്രസ്സുകാർ പയ്യന്മാരെ സംരക്ഷിച്ചില്ലെങ്കിൽ സന്യാസത്തിന് പോകണം. വാസ്തവത്തിൽ ഈ കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ VD സതീശൻ സന്യാസത്തിന് പോകേണ്ടതായിരുന്നു. VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ്സുകാർ ഈ പഴയങ്ങാടിയിൽ നിന്ന് തന്നെ പോകേണ്ടതായിരുന്നു സന്യാസത്തിന്. ഈ എത്ര എണ്ണത്തിനെ തെരുവിലിട്ടടിച്ചത്, എത്ര എണ്ണത്തിനെ നാശകോശമാക്കിയത്. എന്നിട്ടിപ്പോൾ അവസാനം യുവമോർച്ചക്കാർ രംഗത്ത് വന്ന് ഇങ്ങനെ അടിച്ചവനെ അങ്ങോട്ട് അടിച്ചപ്പോൾ കാര്യം മനസ്സിലായി, യുവാക്കൾ ഇനി അധികം കാലം ഉണ്ടാവില്ല എന്ന്. അപ്പം എന്നെ പൊടിയും തട്ടി രംഗത്ത് വന്നു. എനിക്ക് ഈ അബിൻ വർഗീയോടൊക്കെ വളരെ സഹതാപമുണ്ട്. ഞാൻ അബിൻ വർഗീയോട് നേരിട്ട് സംസാരിച്ചതാണ്. നിങ്ങളുടെ 19 MP മാരില്ലേ ഈ കേരളത്തിൽ? ഒരാളല്ലേ ഉള്ളൂ CPMൻ്റെ
ഈ 19 MP ഇപ്പോഴല്ലേ പാർലമെന്റ് തുടങ്ങിയത്? ഈ സംഭവത്തിന് നിങ്ങൾക്ക് തെരുവിലിറങ്ങായിരുന്നില്ലേ? ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ എത്ര MLA-മാരുണ്ട്? എൻ്റെ MLA-മാർക്കൊക്കെ എന്താ പണി? ഇതേപോലത്തെ ജനാധിപത്യ ധ്വംസനം നടത്തുമ്പോൾ MLA-മാർ രംഗത്ത് വരണ്ടേ? നിങ്ങളുടെ എത്ര MLA-മാർ രംഗത്ത് വന്നു? എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ ഈ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ എടുത്ത് മുമ്പിലിട്ടിട്ടുള്ള കളിയല്ലേ നിങ്ങൾ കളിക്കുന്നത്? അളമുട്ടിയാൽ ചേരയും കടിക്കും. ഞാൻ ചോദിക്കാൻ കാരണം ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഗവർണറുടെ സെനറ്റിലേക്കുള്ള അദ്ദേഹം നിശ്ചയിച്ച ആളുകൾ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു പിന്തുണ MM ഹസന്റെ ഭാഗത്തുനിന്നുണ്ടായി, K സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിൽ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ അമർഷം ഉണ്ടാകുന്നുണ്ട്. സംഘപരിവാർ അജണ്ട അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല നിലപാടുകൾ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നു എന്ന ആക്ഷേപം. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വരുന്നത്, അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് BJPയെ പിന്തുണയ്ക്കുകയാണ്, ഈ ഗവർണറുടെ നീക്കങ്ങളെയൊക്കെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി നിരത്തിലിറങ്ങുന്നതിനെ താങ്കളും ഈ ചർച്ചയിൽ പിന്തുണയ്ക്കുകയാണ്. അതായത് അവിടെ രാഷ്ട്രീയമായി നിങ്ങൾ ഇവിടെ യോജിച്ച് നിൽക്കുകയാണ് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ എന്ന ആക്ഷേപം, ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കലായി ഉന്നയിക്കപ്പെടുകയാണ്. അല്ലല്ലോ, ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞപ്പോൾ ഞാൻ പിന്തുണച്ചു എന്നല്ലല്ലോ പറഞ്ഞത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എന്താ? ഒരു സ്നേഹത്തിന്റെ കട തുറക്കാൻ വളരെ പെട്ടെന്ന് രാഹുൽ ഗാന്ധിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരണം എന്നല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളോട്. അതാണല്ലോ എൻ്റെ ആമുഖം. എന്നാൽ അതേസമയത്ത് ചില കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അതല്ലേ, വളരെ കൃത്യമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ വിശദീകരിച്ചു. എന്തുകൊണ്ടാണ് BJP ഫ്രം ദ ബിഗിനിങ് ഇതൊന്നും നടക്കില്ല? പഴയങ്ങാടിയിൽ ചെടിച്ചട്ടി എടുത്ത് തലയിലടിച്ചപ്പോൾ അവിടെ BJPയുടെ യുവമോർച്ചയുടെ പ്രവർത്തകനായിരുന്നെങ്കിൽ ബേസിക്കലി ചെടിച്ചട്ടി എടുത്ത് അടിച്ചാണ് സകല മന്ത്രിമാരുടെ തലയിൽ. വാസ്തവത്തിൽ അതിന് മറുപടി പറയേണ്ടത് അങ്ങനെയാ. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല, ഞങ്ങൾ സംസാരിച്ചില്ല. ഞങ്ങൾ ആകെ ശരീരം മുഴുവനും വെളുത്ത പെയിൻ്റ് അടിച്ചല്ലേ പ്രതിഷേധിച്ചത്. ഞങ്ങളുടെ ഒരു ചെറുപ്പക്കാരൻ അവിടെയല്ലേ ഒരു പ്രതിഷേധം ഉണ്ടായത്. അവസാനം DYFക്കാർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ അടിച്ചത്. അത് 2 എണ്ണം കൊടുത്തുമൊക്കെ ആശുപത്രിയിൽ കിടക്കുന്നുമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ തല്ലുണ്ടാക്കാൻ പോയിട്ട് അടിച്ച് DYFക്കാരെ ഓടിച്ച് കോൺഗ്രസിന് ഊർജം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും താല്പര്യമില്ല. എന്നു മാത്രമല്ല, കോൺഗ്രസിനെ ഈ കേരളത്തിൽ ഇല്ലാതാക്കണം എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. ഈ 2 എണ്ണമാണ് ഈ കേരളത്തിനെ തകർത്തത്. ഈ 2 പേരുമാണ് കേരളത്തെ ഇല്ലായ്മ ചെയ്തത്. ഈ 2 പേരും ചേർന്നാണ് കേരളത്തെ നാമാവിശേഷമാക്കിയത്. ഈ 2 പേരും ചേർന്നാണ് കേരളത്തിൻ്റെ കലാലയത്തെ തകർത്തത്, അധമ സംസ്കാരം കൊണ്ടുവന്നത്. ഈ 2 പേരും ചേർന്നിട്ടാണ് ഇപ്പോൾ ഡൽഹിയിൽ പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കുന്നത്. ഈ 2 പേരും ചേർന്നിട്ടാണ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ നോക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രതിഷേധ രീതിക്കൊപ്പം താങ്കൾ ഇല്ല, അല്ലെങ്കിൽ BJP ഇല്ല സംസ്ഥാനത്ത്, അല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. കാരണം ഈ ജനാധിപത്യ ധ്വംസനം, ഈ ജനാധിപത്യ മര്യാദകേട്, ഈ ജനാധിപത്യ അധമത്വം, ഒരു ഭരണകൂടത്തിൻ്റെ അധിപൻ പ്രജാപതി അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ പ്രതികരിക്കും. ആ അല്ല ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഞാൻ ചോദിക്കുന്നത് അണമുട്ടിയാൽ കടിക്കുന്ന ചേരയുടെ താരതമ്യത്തിനൊപ്പമാണോ തല്ലിയാൽ ഇനി ഞങ്ങൾ കല്യാശ്ശേരി മുതൽ തിരിച്ചു തല്ലും എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനത്തെ താങ്കൾ കാണുന്നത്? അതാണ് എൻ്റെ ചോദ്യം, വെരി ഡയറക്റ്റ്. എനിക്ക് ഈ പ്രതിപക്ഷ നേതാവിന് ഒരു ഇഞ്ച് പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷ നേതാവ് ശുദ്ധ ഹിപ്പോക്രാറ്റാണ്. അയാൾ ഈ പറയുന്നതുമായിട്ട് ഒരു ബന്ധവുമില്ല. യൂത്ത് കോൺഗ്രസിലെ ചെറുപ്പക്കാർ പ്രതിപക്ഷ നേതാവിനെതിരെ തിരിയുമെന്ന് കണ്ടപ്പോൾ ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്പോൾ പകൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ട് രാത്രിയിൽ പിണറായി വിജയനുമായി സഖ്യം ചേർന്നിട്ടുണ്ടാവും VD സതീശൻ. ഞാൻ വളരെ ഫ്രാങ്കായിട്ട് തുറന്നു പറയാം, കോൺഗ്രസിൻ്റെ മറ്റു പല പ്രതിപക്ഷ നേതാക്കന്മാരും അന്തസ്സായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ നാട്ടിൽ. പക്ഷേ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്ന് ഞാൻ മാത്രം പറഞ്ഞല്ലോ, താങ്കൾക്ക് താല്പര്യമുള്ള നേതാവ് KPCC പ്രസിഡന്റ് K സുധാകരനാണോ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടോ? ഞാൻ KPCC പ്രസിഡന്റിന്റെ കാര്യം എനിക്ക് താല്പര്യമുള്ള ആളാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ വളരെ മര്യാദയോടുകൂടി വളരെ ഞാൻ പറഞ്ഞിട്ടില്ല, പറയാത്ത കാര്യം പറയല്ലേ. ഞാൻ കേരളത്തിലെ മാന്യമായ പ്രതിപക്ഷ പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ടായിരുന്നു. ഈ സതീശൻ പറഞ്ഞ കാര്യത്തിൽ സതീശൻ ഉറച്ചു നിന്നാൽ, സതീശൻ പറഞ്ഞ കാര്യത്തിൽ സതീശൻ ഉറച്ചു നിന്നിരുന്നെങ്കിൽ, അങ്ങനെ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഞാൻ സതീശനെ അനുകൂലിച്ചു പറഞ്ഞേനെ. പക്ഷെ അങ്ങനെ അല്ലല്ലോ എന്ന് ഇപ്പൊ പറയണല്ലോ, നാളെ പറയാ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലല്ലോ, ഞങ്ങൾ ഗാന്ധിയന്മാരാണ്, ഞങ്ങൾ ഗാന്ധിസത്തിൽ വിശ്വസിക്കുന്നു. അതിൻ്റെ 2 ആഴ്ച മുമ്പ് ഇതേ സുധാകരൻ പറഞ്ഞ ഏതോ ഒരു സ്റ്റേറ്റ്മെന്റിന് വിരുദ്ധമായിട്ടാണല്ലോ അദ്ദേഹം സംസാരിച്ചത്.
അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇത് എൻ്റെ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ലല്ലോ. മാത്യു സാമുവൽ എന്ന് പറയുന്ന കേരളത്തിലെ വളരെ ഒന്നാന്തരം, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസ്സുകാരനാ, പത്രപ്രവർത്തകനാ, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഈ മനുഷ്യൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്നിടത്തോളം കാലം പിണറായി വിജയൻ ഒരു വിഷമമില്ല, ഇവർ തമ്മിൽ ധാരണയാന്ന് പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെന്റിലൊന്നും എനിക്ക് വിശ്വാസമില്ല. എന്റെ വിലയിരുത്തല പറയുന്നത് വളരെ ക്ലിയർ. പിണറായി വിജയന് സഖ്യം ചേരുന്ന പ്രതിപക്ഷ നേതാവാണിത്. ശരി, ഐ അണ്ടർസ്റ്റാൻഡ്. ശ്രീ അബിൻ വർക്കി, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുകയാണ് രക്തം തിളച്ച് ഞങ്ങൾ അടിച്ചാൽ തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ പ്രതിപക്ഷ നേതാവാണ് ഇവിടെ ആഹ്വാനം നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, കല്യാശ്ശേരി മുതൽ അടിക്കും എന്ന് അദ്ദേഹം പറയുകയും മുഖ്യമന്ത്രിക്ക് ഒരു ക്രിമിനൽ മനസ്സാണെന്ന ആരോപണം ഉന്നയിക്കുകയുമാണ്. അത് സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വളരെ നേർക്കുനേർ നിന്നുകൊണ്ട് അദ്ദേഹം വെല്ലുവിളികൾ നടത്തുകയാണ്. ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന പ്രഖ്യാപനം നടത്തുകയാണ്. ഇത് ബോധപൂർവം ഇവിടുത്തെ ക്രമസമാധാന നില തകർക്കാനുള്ള ശ്രമമാണ് എന്ന് പ്രതികരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഈ സർക്കാർ. മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ഈ മഹാരാജാവായിട്ടല്ല ജനങ്ങളുടെ ദാസനായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, ഈ പ്രതിപക്ഷ നേതാവിന് എന്തു പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഗവർണറുടെ അദ്ദേഹം എടുത്ത നിലപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെ കെ സുധാകരൻ, എം ഹസൻ, UDF കൺവീനറൊക്കെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഏത് നിലയ്ക്കുള്ളതാണെന്ന് താങ്കൾക്കറിയാമല്ലോ. ഇവിടെ അതോ BJPയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന രാഷ്ട്രീയമായ വിമർശനം നിങ്ങൾ ഒരു ഭാഗത്ത് നേരിടുകയാണ്. കലാപാഹ്വാനമാണെന്ന് കണ്ട് പ്രതിരോധിക്കാൻ സർക്കാരും തയ്യാറെടുക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ടോ ഇത് യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും? ഒന്നാമത്തെ കാര്യം, ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പക്വതയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന മുഖ്യമന്ത്രി കല്യാശ്ശേരിയിൽ വെച്ച് 307 വകുപ്പ് ചാർജ് ചെയ്ത പഴയങ്ങാടി സ്റ്റേഷൻ പരിധിയിൽ നടന്ന ആ സംഭവത്തെ, അതായത് ചെടിച്ചട്ടി വെച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകയുടെ തലക്കടിക്കുകയും വാക്കി ടോക്കി വെച്ച് നെഞ്ചിൽ കുത്തുകയും കല്യാശ്ശേരി പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ വെച്ച് DYFIയുടെ ഗുണ്ടകൾ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത ആ സംഭവത്തെ മാതൃകാപരമെന്നും ജീവൻ രക്ഷാ പ്രവർത്തനമെന്നും കേരളത്തിലുടനീളം ഇത് തുടരണം എന്നുമാണ് പറഞ്ഞത്. അത് കലാപാഹ്വാനമല്ലാതെ അത് പിന്നെ എന്താണ് ശ്രീ ഗോപികൃഷ്ണൻ? എന്നിട്ടാണോ ഈ പറയുന്ന സഖാവ് പിണറായി വിജയൻ തന്നെ VD സതീശനെ വിമർശിക്കാൻ വരുന്നത്? ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഇവിടെ കുറേ പ്രാവശ്യം നിങ്ങളുടെ മുദ്രാവാക്യം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. കല്യാശ്ശേരി, ഞങ്ങൾ ഈ നവകേരള സദസ്സ് തുടങ്ങിയ ദിവസം മുതൽ ഞങ്ങൾ പ്രഖ്യാപിച്ച സമരപരിപാടികളുണ്ട്. എന്തൊക്കെയാണ്? ഒരു വശത്തേക്കടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ജനകീയ വിചാരണ സദസ്സുകൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ആ ജനകീയ വിചാരണ സദസ്സുകൾ നടത്തുന്നത്? ഈ സർക്കാരിൻ്റെ ധൂർത്തും അഴിമതിയും സ്വജനപക്ഷപാതവും ഈ സർക്കാർ നടത്തിയ സാമ്പത്തിക കെടുകാര്യസ്ഥതയും, ഈ നാട്ടിൽ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, സാധാരണക്കാരന് ശമ്പളം കൊടുക്കാനില്ലാത്ത അവസ്ഥ, ഉച്ചഭക്ഷണത്തിന് പൈസ കൊടുക്കാനില്ലാത്ത അവസ്ഥ, പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാനില്ലാത്ത അവസ്ഥ, ഇങ്ങനെ ഓരോ കാര്യങ്ങളുമായും ഈ നാട്ടിൽ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ നാട്ടിലെ നമ്മുടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ അധിപൻ, ആ അധിപൻ 1.5 കോടി രൂപ സ്പെഷ്യലായി മുടക്കി ഒരു വണ്ടിയിൽ കയറി 20 മന്ത്രിമാരെയും ചേർത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ധൂർത്തിന് സമമായ ഒരു യാത്ര നടത്തുമ്പോൾ, അതിനെ വിമർശിക്കുമ്പോൾ, അതിനെതിരായി സമരപരിപാടികൾ നടത്തുമ്പോൾ അതിൻ്റെ മുദ്രാവാക്യം മനസ്സിലാകാത്തത് ആ സമരപരിപാടികളിൽ ആ മുഖ്യമന്ത്രിക്ക് പാദസേവ ചെയ്യുന്ന ഇടതുപക്ഷത്തിന് മാത്രമാണ്. ഇല്ലെങ്കിൽ കല്യാശ്ശേരിയിൽ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ, കരിങ്കോടി കാണിക്കുമ്പോൾ പ്രതിഷേധം, ധൂർത്ത് നടത്തുന്ന മുഖ്യമന്ത്രിക്കെതിരായി പ്രതിഷേധം എന്ന് വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരപരിപാടി നടത്തിയത്. അത് കല്യാശ്ശേരിയിൽ നിന്ന് തുടങ്ങി കണ്ണൂരും കഴിഞ്ഞ് കോഴിക്കോടും കഴിഞ്ഞ് മലപ്പുറവും കഴിഞ്ഞ് തൃശ്ശൂരും കഴിഞ്ഞ് എറണാകുളവും കഴിഞ്ഞ് ഇങ്ങ് തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോഴും ഞങ്ങളുടെ മുദ്രാവാക്യം അത് തന്നെയാണ്. ഞങ്ങൾ അവിടുന്ന് തൊട്ട് വിളിച്ച മുദ്രാവാക്യം ഇതേവരെയായിട്ട് CPM-നും DYFIക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ മുഖ്യമന്ത്രിയുടെ പാദസേവാ സംഘമായി മാറി എന്നുള്ളതല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇവിടെ ഞങ്ങൾ എന്തോ വലിയ ആക്രമണം നടത്തി, ഞങ്ങൾ കലാപാഹ്വാനം രണ്ടാമത്തെ കാര്യത്തിലൊരു കാര്യം, അവിടെ B. ഗോപാലകൃഷ്ണൻ ഉന്നയിച്ചൊരു ആക്ഷേപമുണ്ട്. അതായത് നിങ്ങൾ ആ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നേരെ ഉണ്ടായിരുന്ന, നിങ്ങൾ പ്രതിഷേധ രംഗത്തുണ്ടായിരുന്നപ്പോഴുള്ള കാര്യങ്ങളെ ഗൗരവത്തിലെടുത്തിരുന്നെങ്കിൽ MLA-മാരടക്കം അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളടക്കം പ്രതിഷേധിക്കണമായിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് പ്രതിഷേധത്തിൽ പറഞ്ഞത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്നാണ്. അദ്ദേഹത്തിൻ്റെ ആഹ്വാനവും പ്രഖ്യാപനവും അതാണ്.
നേരെ മറിച്ച് താങ്കൾ പറഞ്ഞ ഈ നവകേരള സദസ്സിനെതിരായിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ കോൺഗ്രസ് നിരത്തിലിറങ്ങി ഈ പറയുന്ന രീതിയിൽ ശക്തമായ ഒരു പ്രതിഷേധത്തിന് എത്രത്തോളം മുതിർന്ന നേതാക്കൾ എത്രത്തോളം ഇറങ്ങിയിട്ടുണ്ട്, MLA-മാർ എത്ര പേർ തെരുവിലുണ്ടായിരുന്നു എന്ന ചോദ്യമാണ് ബി ഗോപാലകൃഷ്ണൻ ചോദിച്ചത്. അതായത് 140 നിയോജക മണ്ഡലങ്ങളിലും വിചാരണാ സദസ്സുകൾ നടന്നു. വിചാരണാ സദസ്സുകൾ ഈ നവകേരള സദസ്സിന് ബദലായി നവകേരള സദസ്സിൻ്റെ ധൂർത്തും അഴിമതിയും അവരുദ്ദേശിക്കുന്ന രാഷ്ട്രീയത്തെ പൊളിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് 140 നിയോജക മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് നടത്തിയത്. അപ്പോൾ അതിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ശ്രീ KC വേണുഗോപാലാണ് ധർമ്മടത്ത് നിന്ന് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതിങ്ങ് എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും എല്ലാ MLA-മാരും UDF-ൻ്റെ എല്ലാ MLA-മാരും നേതാക്കന്മാരും പങ്കെടുത്ത പരിപാടികളാണ്. പിന്നെ കല്യാശ്ശേരിയിൽ നിന്ന് സ്വാഭാവികമാണ് ശ്രീ ഗോപികൃഷ്ണൻ എന്തുകൊണ്ട് ഞങ്ങൾ ഇത്ര ഇൻറ്റൻസീവായി ഒരു സ്റ്റാൻഡ് എടുക്കുന്നു, അതല്ല ഇവിടുത്തെ ചോദ്യം. ഞങ്ങളത് എടുക്കാൻ കാരണം എന്താ? അപ്പോൾ ഇതിനു മുമ്പും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുമായി പല വിധത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ സമരം ചെയ്തപ്പോൾ ഞങ്ങളുടെ തലയടിച്ച് പോലീസ് പൊട്ടിച്ചിട്ടുണ്ട്. ഞങ്ങൾ സമരം നടത്തിയപ്പോൾ പലവിധമായ അക്രമങ്ങളും ലാത്തി ചാർജുകളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കരിങ്കോടി കാണിച്ചപ്പോൾ പലവിധമായ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കറുത്ത വേഷമണിഞ്ഞുകൊണ്ട് പോകാൻ പറ്റാത്ത, മുഖ്യമന്ത്രി പരിപാടി നടത്തുന്ന ഏരിയയിലൂടെ പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഞങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തില്ല. കാരണം എന്താ? യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമാണ്, യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമാണ്. അത് ഈ നാട് കുറേയേറെ കണ്ടിട്ടുള്ളതാണ്. അതിനെ പോലീസ് കൈകാര്യം ചെയ്യുന്ന രീതിയെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ അതാണോ ഗോപികൃഷ്ണൻ സ്ഥിതി? ഇവിടെ പോലീസ് ഒരു വശത്ത് കൈകാര്യം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന പേരിൽ കാക്കിയിട്ട ചില കൊടിസുനിമാർ, ഇപ്പം നമുക്കറിയാം ഈ അനിൽകുമാർ എന്ന് പറയുന്ന ഗൺമാൻ, അയാൾ തല്ലിയ രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് രണ്ടൊരു പക്ഷമില്ല. അയാൾക്ക് തല്ലാൻ ഒരു വിധത്തിലുമുള്ള ലോ ആൻഡ് ഓർഡർ അധികാരങ്ങളില്ല എന്നുള്ളതിൽ നിങ്ങൾക്ക് യാതൊരു പക്ഷവുമില്ല. എന്നിട്ട് ആ അനിൽകുമാറിനെതിരെ നടപടിയെടുത്തോ? സന്ദീപ് എന്ന് പറയുന്ന ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ, അയാൾക്കെതിരെ നടപടിയെടുത്തോ? ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ? പരസ്യമായി ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിക്കുകയാണ്. അതും മാത്രമല്ല DYFD, ഇപ്പോൾ അദ്ദേഹം സന്നദ്ധ സേന വോളണ്ടിയർ എന്നൊക്കെ പറഞ്ഞല്ലോ, 3-4 വണ്ടികളിലായി ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, ജനാധിപത്യപരമായി കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനൊപ്പം 4ഓളം വണ്ടികളിൽ ഈ സന്നദ്ധ സംഘടന എന്ന പേരിൽ ഗുണ്ടകളാണ് യാത്ര ചെയ്യുന്നത്. അവരിറങ്ങി അടിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഗത്യന്തരമില്ല ശ്രീ അരുൺകുമാർ. എനിക്ക് നിങ്ങളോടൊക്കെ വളരെ സ്നേഹമാണ്, പക്ഷെ ഗത്യന്തരമില്ല. അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. കാരണം എൻ്റെ ദേഹത്തുനിന്ന് വരുന്ന ചോരയുടെയും നിങ്ങളുടെ ദേഹത്തുനിന്ന് വരുന്ന ചോരയുടെയും നിറം ചുവപ്പ് തന്നെയാണ്. ആ ചുവപ്പ് ചോരയാണ് എനിക്ക് പരിക്ക് പറ്റിയാലും നിങ്ങൾക്ക് പരിക്ക് പറ്റിയാലും ആ ചുവപ്പ് തന്നെയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. യൂത്ത് കോൺഗ്രസിന്റെ പ്രതാപകാലത്ത് താൻ ഭയപ്പെട്ടിട്ടില്ല, എന്നിട്ടാണ് ഇപ്പോൾ എന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് അങ്ങനെ പലതും തോന്നും. ഇപ്പം അദ്ദേഹം ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിക്കാറില്ല. അദ്ദേഹം ഊരിപ്പിടിച്ച വടിവാളിൻ്റെ ഇടയിലൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് 2500 പോലീസുകാർ, അതിനൊപ്പം 100ഓളം അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, അതും പോരാഞ്ഞിട്ട് ജീവൻ രക്ഷാ പ്രവർത്തകർ എന്ന പേരിൽ 250 DYFIക്കാരെ വിളിച്ചിട്ടാണ്. അതും ഒരു കാരണവശാലും ഒരു മനുഷ്യനും എത്തി നോക്കാൻ പറ്റാത്തത്ര ഉയരമുള്ള ഒരു ബസ്സിലൂടെ യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹം ഞാൻ ഇതുവരെ പേടിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ ഡംബ് എത്രമാത്രം ഉണ്ടെന്ന് ഈ നാട് എത്രമാത്രം കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ അരുൺകുമാർ ഇവിടെ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അദ്ദേഹം കുറേയേറെ ആരോപണങ്ങൾ ഇവിടെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപിക്കുന്നത് കേട്ടു. ഒന്നാമത് അദ്ദേഹം പറഞ്ഞു ഏതോ കഞ്ചാവിൻ്റെ കേസ്. ഞാൻ ശ്രീ അരുൺകുമാറിനെ വെല്ലുവിളിക്കുകയാണ്. താങ്കൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ മര്യാദയോ താങ്കൾക്ക് എന്തെങ്കിലും വിവരമോ ഉണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു സംസ്ഥാന ഭാരവാഹിയെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഒരു കേസെങ്കിലും ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയുന്ന പണി ഞാൻ എടുക്കാം. താങ്കളൊന്ന് പറഞ്ഞേ. താങ്കൾ ഇവിടെ പറഞ്ഞല്ലോ പത്തനംതിട്ടയിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പേരിൽ താങ്കൾ ഇപ്പോൾ ആരോപിച്ച ആരോപണം താങ്കളൊന്ന് പറഞ്ഞേ. ആ ജനറൽ സെക്രട്ടറി ഇന്ന് സമരത്തിലുണ്ടായിരുന്നു. എന്താ നിങ്ങളുടെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല? ആരോടൊന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഒരു സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി വീട്ടിന്റെ പറമ്പിൽ തന്നെ അടക്കം ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷം അത് യൂത്ത് കോൺഗ്രസ് നേതാവ് ചെയ്തതാണെന്ന് ബോധ്യപ്പെട്ട ആ കേസ് ഞാൻ പറയാം. ഓരോന്നായി ഞാൻ പറയാം. അബിൻസി വർക്കി, ഞാൻ പറയുന്ന ഓരോ വാക്കിനും എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, ഓരോ വാചകത്തിനും ഉത്തരവാദിത്വമുണ്ട്. വെറുതെ വന്ന് പുളുവടിക്കുന്ന, ചർച്ചയിൽ വന്ന് പുളുവടിക്കുന്ന രീതി നമുക്കില്ല. ആ വാക്കിന്റെ ഉത്തരവാദിത്വം തെളിയിക്കാനും എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് കൃത്യമായി തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. സ്വന്തം പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി LL അഡ്വക്കേറ്റായി എൻറോൾ ചെയ്ത്
ബോർഡ് ഓഫീസ് ഇട്ട് ബോർഡ് പ്രദർശിപ്പിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് കോൺഗ്രസിന്റെ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഞാൻ പറയട്ടെ മിസ്റ്റർ എന്തിനാ നിങ്ങൾ എന്നോട് ചോദിച്ചു അപ്പൊ സ്ത്രീയെ കൊന്ന വ്യാജ സർട്ടിഫിക്കറ്റ് നൂറുകണക്കിന് നിയമന ഉത്തരവ് നിയമന ഉത്തരവ് കൊടുത്ത് നിരവധി ആളുകളെ വഞ്ചിച്ച കേസ് കൊല്ലത്തും പത്തനംതിട്ടയിലും കോൺഗ്രസ് നേതാവിന്റെ പേര് ഞാൻ താങ്കളെ വെല്ലുവിളിക്കുക. കഞ്ചാവ് കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയുടെ പേര് പറ. താങ്കൾ ഇപ്പൊ പറ. താങ്കൾ തന്നെ പറയണം. അല്ലാതെ ബാക്കി എല്ലാ കേസും താങ്കൾ സമ്മതിച്ചു. സ്ത്രീയെ വെട്ടിനുറുക്കിക്കൊന്ന കേസ് നിങ്ങൾ സമ്മതിച്ചു. വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് എൻറോൾ ചെയ്ത കേസ് നിങ്ങൾ സമ്മതിച്ചു. അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് നിയമന ഉത്തരവ് ഉണ്ടാക്കി കൊടുത്ത കേസ് നിങ്ങൾ സമ്മതിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ലക്ഷക്കണക്കിന് വ്യാജ സർട്ടിഫിക്കറ്റ് ഞാൻ താങ്കളെ ഒരു പർട്ടിക്കുലർ കേസിൽ പറയാനുണ്ടോ? അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി കഞ്ചാവ് കേസിൽ പ്രതിയായ ഒരു കേസ് അഡ്വക്കേറ്റ് അരുൺകുമാറിന് പറയാനുണ്ടോ? പറയൂ. യെസ്, കൊല്ലത്തും പത്തനംതിട്ടയും കഞ്ചാവ് കൈവശം വച്ചതിന് അറസ്റ്റിലാക്കപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവിന്റെ പേരും ഡീറ്റെയിൽസും ഞാൻ എബിൻസി വർക്കിക്ക് അയച്ചുതരാം, ഗോപികൃഷ്ണൻ അയച്ചുതരാം. ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അപ്പൊ ഏതായാലും മറ്റു കാര്യങ്ങളെല്ലാം അദ്ദേഹം സമ്മതിച്ചു. ഗോപികൃഷ്ണൻ സ്ത്രീയെ വെട്ടിനുറുക്കി കേസ് സമ്മതിച്ചു, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസ് സമ്മതിച്ചു. ഞാൻ CPM-കാരൻ തന്നെയാണ്. എന്റെ CPM-ന്റെ അസ്തിത്വമൊന്നും താങ്കൾ ചോദ്യം ചെയ്യേണ്ട, അത്ര താങ്കൾ ആയിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്, കൃത്യമായി ഞാൻ അയച്ചു തരാം. ഞാൻ പറയട്ടെ, ഇത് എന്റെ സമയമാണല്ലോ. ഒന്ന് പറഞ്ഞ അരുൺകുമാർ, ഞാനതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ തരാം. കൊല്ലം പത്തനംതിട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ദിവസങ്ങളോളം പത്രവാർത്ത ഞാൻ പറയാം. നിക്കട്ടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ധൃതി പിടിക്കില്ലേ? വെറുതെ പുളുവടിച്ച് ഏതെങ്കിലും വാട്സ്ആപ്പ് ക്യാപ്സ്യൂൾ കൊണ്ട് വിളമ്പാന്ന് പറയണം. ഈ കഞ്ചാവൊക്കെ കൊണ്ടുവന്ന ആരാന്ന് ആലപ്പുഴ ശ്രീ ചിത്തരഞ്ജൻ സഖാവിനോട് ചോദിച്ചാൽ മതി. കഞ്ചാവ് കൊണ്ടുവന്ന ആരാണ് അദ്ദേഹം പറഞ്ഞത്. വെറുതെ പുളുവടിച്ച് അറിയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പുളുവടിക്കാൻ അരുൺ, എനിക്ക് മനസ്സിലാകാത്തത് ഈ ഇതിനകത്തെ താങ്കൾ പറഞ്ഞ കേസിലെ പ്രതികളുടെ പേര് പറയാത്തതാണോ താങ്കൾ, അതോ താങ്കളുടെ കൈവശം അത് ഇപ്പോൾ ഇല്ലാത്തതാണോ? ഇതിന്റെ പേരും ഡീറ്റെയിൽസും ഞാൻ ഈ പറഞ്ഞ 5 കേസുകളുടെ ഡീറ്റെയിൽസും ഞാൻ തരാം. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞതിൽ ആധികാരികമായി ഉറച്ചു നിൽക്കുന്നു. നമുക്ക് ഇതിന്റെ വിഷമമൊക്കെ മനസ്സിലാവും. അങ്ങനെ ഒരു സംസ്ഥാന ഭാരവാഹി കഞ്ചാവ് കേസിൽ പറയൂ എന്നാണ് അബിൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് അരുണിനോട്, താങ്കളുടെ കൈവശം ആ പേരുണ്ട് ഇപ്പൊ പറയുന്നില്ല എന്നാണോ, അതോ അങ്ങനെ ഒരു പിന്നീട് പരിശോധിച്ച് പറയാമെന്നാണോ? പറയൂ. അല്ലല്ല, ഞാൻ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്ത് വെച്ച് കഞ്ചാവ് കേസിൽ പ്രതിയായതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായി ഞാൻ തരാം. എന്റെ കയ്യിൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ 5 കേസ്, അത് സ്ത്രീയെ വെട്ടിനുറുക്കി കൊന്ന കേസായാലും LLB സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കിയ കേസായാലും കോട്ടയത്ത് നിരവധി പേർക്ക് നിയമന ഉത്തരവ് കൊടുത്ത കേസായാലും ഈ 5 കേസും ആധികാരികമായിട്ടാണ് ഞാൻ പറയുന്നത്. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ പറയട്ടെ, എന്റെ സമയമാണല്ലോ, ഞാൻ പറയട്ടെ. ഇവിടെ വന്ന മറ്റു ചർച്ചകൾക്ക് ഞാൻ മറുപടി പറയട്ടെ. അല്ല, അദ്ദേഹത്തോട് ഉണ്ടായിരിക്കാൻ പറയും. ഞാൻ പറയട്ടെ, അല്ല ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ. ശരി, അല്ല അരുൺ, ഒരു മിനിറ്റ്. അതായത് ഈ പേരിന്റെ കാര്യത്തിലാണ് അപ്പോൾ അബിൻ ചലഞ്ച് ചെയ്യുന്നത് അങ്ങനെ പേരുണ്ടെങ്കിൽ അരുൺ പറഞ്ഞോളൂ എന്നാണ്. പക്ഷെ അരുൺ പറയുന്നത് ഞാൻ അത് അയച്ചു കൊടുക്കാമെന്നാണ്. പേര് കയ്യിലില്ലാത്തത് കൊണ്ടാണോ അരുൺ? അതോ ഞാൻ പറഞ്ഞുതരാം ആ വിഷയം എന്താണ്. ഗോപീഷൻ, ഞാൻ പറഞ്ഞുതരാം ആ വിഷയം എന്നാണ്. കുറച്ചു ദിവസമായിട്ട് വിഷയം അല്ല, നമ്മുടെ ചർച്ച എന്ന് പറഞ്ഞത് ഈ തിരിച്ചടി എങ്ങനെ നേരിടുമെന്നുള്ളതൊക്കെ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് വരികയാണ്. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്കും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനിലേക്കും അബിനിലേക്കും ഒക്കെ. വളരെ ചെറിയൊരു ഇടവേള എടുക്കേണ്ട സമയമായതുകൊണ്ട് വളരെ ചെറിയ ഇടവേള തിരികെ എത്തും. വളരെ വേഗം. അഡ്വക്കേറ്റ് അരുൺകുമാർ, മന്ത്രി VN വാസവന്റെ ഒരു പ്രതികരണത്തിൽ നിന്നാണ് എൻ്റെ ചോദ്യം എടുത്തത്. അദ്ദേഹം പറയുന്നത് കേരളത്തിൻ്റെ വരദാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി വിജയനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. ഇതിൽ ഇത്തരം യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ വെല്ലുവിളി ഏറ്റെടുത്ത്
ഈ CPIM അല്ലെങ്കിൽ പാർട്ടി കവചം തീർക്കുമെന്നാണ്. അതായത് ഒരു പ്രതിഷേധത്തെ എന്തിനാണ് ഈ നിലയ്ക്ക് വ്യാഖ്യാനം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അത് എതിരായിട്ടുള്ള ആക്രമണ നീക്കമായി അതിനെ പരിഗണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പാർട്ടി കവചം തീർക്കുമെന്നൊക്കെ ഒരു പ്രതിപക്ഷ പ്രതിഷേധത്തെ പ്രതികരിക്കേണ്ടി വരുന്നത്? എന്താണ് അതിൻ്റെ ഔചിത്യം? എന്താണ് അതിൻ്റെ അർത്ഥം? മിസ്റ്റർ ഗോപികൃഷ്ണൻ, ഇപ്പൊ ഈ ചർച്ചയുടെ അവസാനത്തെ 5 മിനിറ്റ് കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ എബിൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ആ കഞ്ചാവ് കേസിലെ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേര് പറയണം. ഞാൻ മനഃപൂർവ്വം ആ പേര് പറഞ്ഞില്ല. പക്ഷെ ശ്രീ എബിനും അതുപോലെ ഗോപികൃഷ്ണനും ഞാൻ വാട്സപ്പിലേക്ക് അത് അയച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പത്തനംതിട്ടയിലുള്ള നവാസിന്റെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചത്. അത് കൃത്യമായിട്ട് പോലീസ് റെയ്ഡ് ചെയ്തതിന്റെ വിവരങ്ങളെല്ലാം ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ട് ആദ്യം പറഞ്ഞ 4 കേസിൽ ഒരു കേസ് വിട്ടുപോയിരുന്നു. റെയിൽവേ സാമഗ്രികൾ മോഷ്ടിച്ച് വിറ്റ യൂത്ത് കോൺഗ്രസിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി കൂടി പ്രതിയാണ്. അതായത് ഞാൻ പറയാം, യൂത്ത് കോൺഗ്രസിന്റെ ഞാൻ പറയട്ടെ അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞ നവാസിന്റെ വീട്ടിൽ നിന്ന് പോലീസ് അന്വേഷിച്ചോളും. നവാസിന്റെ വീട്ടിൽ നിന്ന് അല്ല, നിങ്ങൾക്ക് രാഷ്ട്രീയ വിരോധമുണ്ട്. കാര്യങ്ങൾ പറയട്ടെ. ഞാൻ സമയം തരാം. സമയം തരാം. ഞാൻ 1 മിനിറ്റ്. ശ്രീ ബി ഗോപാലകൃഷ്ണനും അദ്ദേഹത്തിനെ കൂടി എനിക്ക് പോകണ്ട. 1 മിനിറ്റ് അരുൺ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. പറയൂ. ശ്രീ ഗോപികൃഷ്ണൻ വസ്തുതാവിരുദ്ധമാണ്. നഹാസിന്റെ പേരിൽ കേസില്ല. ഈ ദിവസം വരെ കേസില്ല. എനിക്ക് പൂർണ്ണമായി ഉത്തരവാദിത്തത്തോടുകൂടി പറയാം. തോറ്റു. അല്ല ഞാൻ പറയട്ടെ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയെ കുറിച്ച് വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ക്ഷമ പറയണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയുടെ എടുത്തിരിക്കുന്ന കഞ്ചാവ് കേസ് ഏതാണ്? അങ്ങനെ ഒരു കേസില്ല. ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്നു. ഞാൻ അരുൺകുമാറെ ഉരുണ്ട് കളിക്കല്ലേ. ഞാൻ പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറ. നഹാസിന്റെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന കഞ്ചാവ് കേസ് ഏതാണ്? അല്ല, നിങ്ങൾ എക്സൈസ് ഉദ്യോഗസ്ഥരൊന്നും അല്ലല്ലോ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയുടെ കേസ് കെട്ടിച്ചാൽ അരുൺകുമാറിന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു പറയട്ടെ മിസ്റ്റർ അബിൻ. അല്ല, നിങ്ങൾക്ക് എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. നഹാസിന്റെ തയ്യാറായില്ലല്ലോ. എന്നെ കൊണ്ട് എന്നെ വെല്ലുവിളിച്ചതല്ലേ? ഞാൻ പറയാൻ തയ്യാറാണ്. ഈ പ്രേക്ഷകരെല്ലാം തയ്യാറാന്നേ. അല്ല, ഞാൻ പറയുന്ന കേസിനെ കുറിച്ച് ഞാൻ ഇവിടെ നോക്കിയിരിക്കണോ മിസ്റ്റർ എബിൻ? ഞാൻ അല്ല, നിങ്ങൾ പറ. നഹാസിന്റെ എനിക്ക് അരുൺകുമാർ അയച്ചു തന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസിന്റെ പത്തനംതിട്ട വീട്ടിൽ നിന്ന് 2.5 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ആ കേസിന്റെ മറ്റു വിശദാംശങ്ങളില്ല. അരുൺ അതുണ്ടെങ്കിൽ അത് പറയാം, അത് കാണിക്കാം. അതെ, അത്രയും ഭാഗമേ എനിക്ക് അയച്ചു തന്നിട്ടുള്ളൂ. ബാക്കി ഉണ്ടെങ്കിൽ പറയാം. അല്ല, ബാക്കിയില്ല. എനിക്ക് അത്രയും അയച്ചു വായിക്കണം. എന്താണെന്നറിയോ? അത് മുഴുവൻ കേട്ടോ. അതാണ് ഈ ചില അർദ്ധ സത്യങ്ങൾ ഈ പറയുന്ന അരുൺകുമാറിന്റെ വാട്സാപ്പ് കൊടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ പീഡനം നടന്നു. നമ്മളെ വിട്ടുപിരിഞ്ഞ ആളുകളെ നമ്മൾ ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതല്ല. നമുക്ക് ഈ മാന്യതയുടെ അതിർവരമ്പ് ലംഘിക്കാതെ വേണം നമ്മുടെ ഈ ചർച്ച. അല്ല അബിൻ, നമ്മൾ നിന്ന് വിട്ടുപിരിഞ്ഞ ആളുകളെ കുറിച്ചൊന്നും നമ്മൾ ഈ ചർച്ചയിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. അതിനോട് ഞാൻ ഒരു തരത്തിലും ഞാൻ ആ ഭാഗത്ത് യോജിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗങ്ങളൊക്കെ പറയാം, പോയിന്റ്സ് ഒക്കെ പറയാം. വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞാൽ പറയാനും ആരോപണം ഉന്നയിക്കാനും യൂത്ത് കോൺഗ്രസ്സുകാരെ കഴിഞ്ഞ് വേറെ ആരുമില്ല. അദ്ദേഹത്തിന് എതിർപ്പുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേര് എന്നെ കൊണ്ട് പറയിപ്പിക്കണം. അത് ഞാൻ പറയാതിരുന്നു അവസാനം വരെ. എന്നെ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ്. നിങ്ങളുടെ ID കാർഡിൽ നിങ്ങൾ തോറ്റുപോയതിന് ഞങ്ങളുടെ കുഴപ്പമല്ല. 2 ലക്ഷം ID കാർഡ് വ്യാജമായി ഉണ്ടായത് ഡിവൈഎഫ്ഐക്കാരുടെ കുഴപ്പമല്ല, പാർട്ടിയുടെ കുഴപ്പമല്ല, നിങ്ങളുടെ സംഘടനയുടെ കുഴപ്പമാണ്. നിങ്ങൾ അത് പറയുന്നത് ഈ നവാസിനെതിരെ കേസ് എടുത്തതിന് തെളിവുണ്ടോ എന്നാണ്. അങ്ങനെ ഒന്നും ഉണ്ടോ അരുണിന്റെ കയ്യിൽ? ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് അയച്ചതിനകത്ത് അതിന്റെ ഒരു ഭാഗം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതാണ് അബിന്റെ ചോദ്യം. അങ്ങനെ ഒരു കേസ് ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതോ ഈ പത്ര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ താങ്കൾ പറഞ്ഞത്? നവാസിന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതും അല്ല, ഞാൻ പറയട്ടെ.
അല്ല, നവാസിന്റെ വീട്ടിൽ നിന്ന് നഹാസിന്റെ പേരിൽ എല്ലാ തെളിവും എന്റെ കൈവശമുണ്ട്. ഞാനത് എവിടെ വേണമെങ്കിലും ഹാജരാക്കാം. ഈ ചാനലിലോ അല്ല, ഞാൻ പറഞ്ഞു നവാസിന്റെ വീട്ടിൽ നിന്ന് അല്ല, നവാസിന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതിന്റെ എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്. അത് കൂടുതൽ എന്താ ഞാൻ പറയേണ്ടത്? മിസ്റ്റർ ഗോപികൃഷ്ണൻ, ഞാൻ പറഞ്ഞത് ആധികാരികമാണ്. എന്റെ കയ്യിൽ ഒരു തെളിവുമില്ല എന്ന് ഞാൻ വ്യാജമായി പറയുകയാണ്. എനിക്ക് അല്ല, നിങ്ങളെപ്പോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനും. അതോടെ എനിക്കൊരു ഡിസ്റെസ്പെക്ട് കാണിക്കാൻ പറ്റില്ല. നിങ്ങളെപ്പോലെ തന്നെ സമയം അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. ഞാനൊരു 8 നിമിഷം ഞാനൊരു ഇടവേള എടുക്കുന്നു. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനിലേക്ക് ഞാൻ പോകും ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, താങ്കൾ പറഞ്ഞു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ താങ്കൾക്ക് തീരെ മതിപ്പില്ല, അദ്ദേഹത്തിന്റെ സമരാഹ്വാന രീതികൾ താങ്കൾ വിശ്വാസത്തിലെടുക്കൊന്നുമില്ല എന്ന്. പക്ഷേ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് കേരളത്തിന്റെ വരദാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കാൻ കവചം തീർക്കും പാർട്ടി എന്നുമാണ്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഞാനതിന് മുമ്പ് അരുൺകുമാറിനോടൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ സുഹൃത്തെ അരുൺകുമാറെ, വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ കഞ്ചാവിൻ്റെ പേരിലുള്ള പുളുവടിക്കാൻ? നിങ്ങൾക്കതിന് പകരം വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസ് നേതാവാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അബിൻ വർക്കി ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു. അതല്ലേ നിങ്ങൾ പറയേണ്ടിയിരുന്നത്? കഞ്ചാവിന്റെ ക്യാപ്സ്യൂൾ ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ പറഞ്ഞോട്ടെ, അരുണേ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ അരുണേ, സംസാരിക്കല്ലേ പ്ലീസ്. ഞങ്ങളൊക്കെ കേട്ടോണ്ടിരുന്ന ആൾക്കാരല്ലേ, സംസാരിക്കല്ലേ. അരുൺ അഭിഭാഷകനാണ്, നമ്മളെല്ലാവരും അഭിഭാഷകന്മാരാണ്. അരുണിന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചാൽ അരുൺ പ്രതിയാവുമോ? 1000 ഗ്രാമിനേക്കാൾ കൂടുതൽ പിടിച്ചാൽ ജയിലിൽ പോകും. ഈ പറഞ്ഞ നഹാസ് ജയിലിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ ഇതൊക്കെ നമ്മളിങ്ങനെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും. FIR ഇതാണ് FIR. ആ FIR-ൽ ഇത്രാമത്തെ പ്രതിയാണ്, ഇയാൾ ഇത്ര ഗ്രാം പിടിച്ചു, അയാൾ ജയിലിൽ പോയി പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു മിനിറ്റ് മര്യാദകേട് കാണിക്കല്ലേ, മര്യാദകേട് കാണിക്കരുത്. ഞാൻ മിണ്ടാണ്ടിരുന്ന ആളാണ്, ഞാൻ വളരെ മര്യാദയോടുകൂടി സംസാരിക്കുന്ന ആളാണ്, നിങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ കേട്ടിരുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ നല്ലത് വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കിയാണ്, അത് വലിയ മാരകമായ കുറ്റമാണ്. ആ കുറ്റത്തിൽ നിങ്ങൾക്ക് ചുമത്താമായിരുന്നു. പോട്ടെ, എന്തായാലും വാസവന്റെ ചർച്ചയാണല്ലോ, വാക്കാണല്ലോ. ഈ വരദാനം എന്ന് പറഞ്ഞാൽ ഗോപികൃഷ്ണ, അത് ഏതാണ്ട് ദൈവം കൊടുക്കുന്നതാണ് വരദാനം. അപ്പോൾ ദൈവം കൊടുത്ത ഭാഗ്യമാണ് ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ. കേരളത്തെ സൃഷ്ടിച്ച ദൈവം ചെകുത്താനാണോ എന്ന സംശയം ജനങ്ങൾക്കുണ്ട്. കാരണം ചെകുത്താന്മാരാണ് സൃഷ്ടിക്കുക. കേരളത്തെ സൃഷ്ടിച്ച ദൈവം ചെകുത്താന്മാരാണോ? ഇവരെന്ത് മണ്ണാങ്കട്ടെ പറയുന്നത്? ഞങ്ങൾ അങ്ങോട്ട് കവചം തീർക്കും. ഇതൊരു ജനാധിപത്യ കേരളം അല്ലേ? ഭരിക്കാൻ വന്നിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കവചം തീർക്കുമെന്ന് പറഞ്ഞാൽ തന്നെ അബദ്ധമല്ലേ? ഇതൊരു ഭരണകൂടത്തിന്റെ സാരഥിയായ മുഖ്യമന്ത്രി, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി ജനങ്ങളെ അവഹേളിക്കുകയല്ലേ കവചം തീർക്കുക എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞാൽ ഇവർ രണ്ടുപേരും നടത്തുന്ന പൊറോട്ട നാടകമാണെന്ന്. ഈ പ്രതിപക്ഷ നേതാവും ഇവരും ഈ നവകേരള സദസ്സ് എന്ന് പറയുന്ന നവകേരള യാത്ര ഇവിടെ വന്നിട്ട് ഒന്നും സൃഷ്ടിച്ചില്ല. വെറും സംപൂജ്യമാണ് വാസ്തവത്തിൽ ഈ നവകേരള സദസ്സ്. അർത്ഥശൂന്യമാണ് നവകേരള സദസ്സിന്റെ യാത്ര. ഒരു ചുക്കും ചുണ്ണാമ്പും ഈ നാട്ടിൽ നടന്നില്ല. ഉള്ള പൈസ പോയി, സമയം പോയി, കുറെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലയും പോയി. അതല്ലാതെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഒരു നവകേരളവും ഇല്ല. യഥാർത്ഥ നവകേരള യാത്ര ജനങ്ങൾ കണ്ടു. മിഠായി തെരുവില് ജനങ്ങളെ ഉമ്മ വെച്ച്, ജനങ്ങളെ കെട്ടിപ്പിടിച്ച്, ജനങ്ങളുമായി സംസാരിച്ച ഗവർണർ. ഇത് വെറും തട്ടിപ്പ്. അപ്പൊ ഇതിന് ഞങ്ങൾ പരിചയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കലാണ്. ഭരണകൂടത്തിന്റെ സാരഥിക്ക് കവചം തീർക്കുമെന്ന് പറഞ്ഞാൽ അബിൻ യുവർ ടൈം. 1 മിനിറ്റ് അരുണും 1 മിനിറ്റ് അബിനും പറയൂ. അതായത് നമ്മൾ ഇങ്ങനെയുള്ള ഈ വ്യാജ ആരോപണങ്ങൾ ചുമ്മാ ചാനൽ ഫ്ലോറിൽ ഏതെങ്കിലും ക്യാപ്സ്യൂൾ കിട്ടിയിട്ട് ആ ക്യാപ്സ്യൂൾ കിട്ടുന്ന ആരോപണങ്ങളൊന്നും ഇവിടെ അനുവദിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ ഒരു കേസ് പോലും ഇല്ല. അതിപ്പോൾ ലോർക്ക് മുഴുവൻ അറിയാവുന്ന കേസാണ്. അത് അവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് ഈ കാര്യത്തിൽ. ഞങ്ങൾ ജനാധിപത്യ മാർഗത്തിൽ മാത്രമാണ് ഇവിടെ സമരം ചെയ്തിട്ടുള്ളത്. കരിങ്കൊടി മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഒരു മുഖ്യമന്ത്രിയുടെ തലയ്ക്കും കല്ല് വെച്ചെറിഞ്ഞവരല്ല.
ഒരു മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് ഞങ്ങളുടെ കല്ലേറ് കൊണ്ട് പരിക്കു പറ്റിയവരല്ല. ഞങ്ങൾ കൃത്യമായി ജനാധിപത്യ മാർഗത്തിൽ നടത്തുന്ന സമരത്തെ ജനാധിപത്യ വിരുദ്ധ മാർഗത്തിൽ നേരിടാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായി പ്രതിരോധം തീർക്കും. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഈ നിലപാട് എടുക്കാനുണ്ടായ സാഹചര്യം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൊല്ലത്ത് വെച്ച് ആ നിലപാടെടുത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ആ നിലപാടെടുക്കാൻ പോകുന്നത്. ഈ നിലപാട് ഇന്നു മാത്രമല്ല, ഇനി തുടരാനും പോകുന്നത് ഇത് തന്നെയാണ് എന്ന് കരുതി ഞങ്ങളൊരു കലാപാഹനത്തിനുമില്ല, ഞങ്ങളൊരു ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തിനുമില്ല. പക്ഷേ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി തുടർച്ചയായി ഞങ്ങളെ വേട്ടയാടാൻ വന്നാൽ അത് കൈ കെട്ടി നോക്കി ഞങ്ങൾക്കൊട്ട് സാധിക്കുകയില്ല. ഇതാണ് അതായത് ഇവിടെ ഇപ്പൊ ബി ജെ പിയുടെ പ്രതീതി പറയുകയാണല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനാധിപത്യമൊന്നുമില്ല, ജനാധിപത്യം മുഴുവൻ ബി ജെ പിക്കാന്ന്. പ്രതിഷേധിച്ച 137 പാർലമെന്റ് അംഗങ്ങളെ പുറത്താക്കിയിട്ടായി വർത്തമാനം. ആകെ 3 പ്രതിപക്ഷം ഉണ്ടായിരുന്നു, അവരെ ഇന്ന് പറയുന്നുണ്ടല്ലോ പകല് കോൺഗ്രസും രാത്രി ബി ജെ പിയുമാണ്. നമുക്കറിയാം യുവാർ ബാബു പറഞ്ഞ വാചകങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. സർവർക്കർക്ക് വിളക്ക് കത്തിക്കാൻ പോയ വി ഡി സതീശിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ ഇറങ്ങിത്തിരിഞ്ഞ വളരെ ഗുരുതരമായിട്ടുള്ള ഫലമായിരിക്കും. കാരണം പകല് കോൺഗ്രസും രാത്രി RSSുമാണ്. ശരി, അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം കേരളത്തിൽ ഒരു കനലായി വീണിട്ടുണ്ടെങ്കിൽ അതൊരു തീയായി ആളിക്കത്തുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. കാരണം പ്രതിഷേധത്തിനും പ്രതിരോധത്തിനുമുള്ള മറുപടികൾ മറുഭാഗത്ത് നിന്ന് വന്നു തുടങ്ങി. കാത്തിരിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് സൂപ്പർ ഫാസ്റ്റിന്റെ സമയമാണ്. സമഗ്രമായ വാർത്തകളുമായി ന്യൂസ് സൂപ്പർ ഫാസ്റ്റ് എത്തുന്നു. പ്രജിൻ സി കണ്ണൻ. മറ്റൊരു വിഷയവുമായി എൻകൗണ്ടർ നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.